ഇതൊക്കെ വളരെ അസഹ്യനീയമാണ്. എന്താ പറയുക, വളരെ ഒരു അബ്നോർമൽ ലെവലിലേക്ക് അത് പോയിട്ടുണ്ട് ആ സിനിമയുടെ ഓരോ സ്റ്റേജിലേക്കൊക്കെ പോകുമ്പോൾ. ഈ സിനിമയുടെ കഥ ആദ്യത്തിൽ തുടങ്ങുന്നത് ശരിക്കും നജീബിൻ്റെ ജീവിതത്തിൽ നജീബ് എന്ന് പറയുന്ന മനുഷ്യന് അനുഭവിച്ച അനുഭവങ്ങൾ, അത് അഭിനയമായി പൃഥ്വിരാജ് അഭിനയിക്കുകയാണെങ്കിലും ആ ഒരു രംഗം പൃഥ്വിരാജ് വളരെ ഈ ഒരു ക്യാരക്ടറോട് ഒരുപാട് എന്താ പറയുക, ഒരുപാട് അതിനോട് കമ്മിറ്റ്മെൻറ്റ്, ഒരു വളരെയധികം കൂറ് പുലർത്തിയിട്ടുണ്ട് പൃഥ്വിരാജ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രേക്ഷകർക്ക് ഈ സിനിമ ഇത്രയും വളരെ ഭംഗിയായിട്ട് കാണാൻ കഴിഞ്ഞൊരു സാഹചര്യം ഉണ്ടായതും. ഞാനൊക്കെ ആ ഒരു സീന് അതിൽ ഈ സിനിമ അങ്ങനത്തെ അറബികളും ഉണ്ട് എന്ന് കാണിക്കണം. കാരണം ശരിക്കും പൊതുവേ നല്ല അറബികളുണ്ട്, വളരെ അപൂർവമായിട്ട് ഈ കാട്ടറബികളൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് പിന്നീട് ഇവർ ഈ ഒരു ജയിലിൽ കൊണ്ടുപോയിട്ടിട്ട് ഇവിടുന്ന് പിന്നെ അവരെ സ്പോൺസർ വന്ന് കണ്ടെത്തുക, അങ്ങനെയൊക്കെയാണ് സിസ്റ്റമാണ്. ഏതായാലും ആ സിനിമയിൽ പിന്നീട് ശരിക്കും ഈ ഇബ്രാഹിമിനെ അവിടെ ഈ ജയിലിൽ പിന്നെ പൃഥ്വിരാജ് അവിടുന്ന് ഒരു കാറിൽ, നല്ല ഒരു കാറിൽ പിന്നെ ഒരു അറബിയുടെ കൂടെ സിറ്റിയിലേക്ക് എത്തിപ്പെട്ടു. അപ്പോൾ അവിടുന്ന് ആ അറബി വളരെ നല്ലൊരു അറബി കേട്ടോ. മുന്നോട്ട് കാറ് ചലിപ്പിച്ചുകൊണ്ട് പോയ അറബി വീണ്ടും തിരിച്ച് ബാക്കോട്ട് തന്നെ വന്നു നിന്നിട്ട് പൃഥ്വിരാജിനെ കയറ്റിയിട്ട് കൊണ്ടുപോയി. അറബി വളരെ നല്ല ക്യാരക്ടർ ആയിട്ടുള്ള ഒരു അറബി തന്നെയായിരുന്നു. ആ അറബിയുടെ ഏറ്റവും അത്രയും നല്ലൊരു മനുഷ്യന്. കാരണം അദ്ദേഹത്തിൻ്റെ വിലപിടിപ്പുള്ള കാറിൽ കയറ്റിയിട്ട് എൻ്റെ കാറ് ചളിയായിക്കോട്ടെ അതൊന്നും ഒരു വിഷയമല്ല എന്ന് അറബിയിൽ തന്നെ ചില ഇടങ്ങളിലൊക്കെ അറബിയിലെ ട്രാൻസ്ലേഷന് ഓപ്പോസിറ്റ് മലയാളം അറിയാത്ത പെട്ടെന്ന് അറിഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതെന്തോ എനിക്കറിയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ അത് അറബി എനിക്ക് കുറച്ചൊക്കെ അറബി ഭാഷ ഉണ്ടായതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി. പക്ഷേ പലർക്കും അത് മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ സിനിമ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ പല ആളുകളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് തോന്നി. അങ്ങനെ ഈ അറബിയെ ഈ കാറിലിട്ടുകൊണ്ട് നേരെ കൊണ്ടുപോയിട്ട് ഏകദേശം ഒരു സ്ഥലത്തെത്തി, ഒരു ജയിൽ. അവിടെ ജയിലിൽ നിന്ന് പിന്നീട് ഓരോരുത്തരെയും കണ്ടുപിടിക്കുമ്പോൾ ശരിക്കും അവിടെ വെച്ചിട്ടാണ് ഈ പൃഥ്വിരാജ് മനസ്സിലാക്കുന്നത്, ഞാൻ എൻ്റെ സ്പോൺസർ ഇതെല്ലാം. നീന്തറിയാത്ത അമല പോളിന് എപ്പോഴും തൊട്ടടുത്ത് ഈ പൃഥ്വിരാജിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പുഴയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പുഴയിൽ പോയിട്ട് കുളിക്കാതെ, ആ പുഴയിൽ നിന്ന് നീന്തം അറിയാത്തത് കൊണ്ടായിരിക്കാം വീട്ടിൽ നിന്നാണ് കുളിക്കുക എപ്പോഴും അമല പോൾ. അതായത് സെയ്നു എന്നാണ് അതിൽ അമല പോളിൻ്റെ പേര് കേട്ടോ. സെയ്നു വീട്ടിൽ നിന്നാണ് കുളിക്കുക, വീട്ടിൽ നിന്ന് കുളിക്കും ഒക്കെ ചെയ്യും. പക്ഷേ പെട്ടെന്നൊരു ദിവസം പൃഥ്വിരാജ് അവളെ എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നൊരു സീനൊക്കെ ഉണ്ട്. അത് ഭയങ്കര രസമാണ് കേട്ടോ. അതൊരു നാച്ചുറാലിറ്റി ആയിട്ടുള്ള ആ സീന് ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ സീന്, ഫ്രെയിം. അതിനുശേഷം എടുത്ത് കൊണ്ടുപോയിട്ട് പുഴയിലേക്ക് അങ്ങോട്ട് ഇറക്കുമ്പോൾ അവൾ ഭയങ്കര ഒന്ന് വെള്ളത്തിലാണ് മുക്കും, ഭയങ്കരമായിട്ട് പേടിക്കും. ആ വെള്ളത്തിൽ നിന്നൊക്കെയുള്ള ആ ഫ്രെയിംസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമായിട്ടുള്ള ഫ്രെയിമാണ്. ആടുജീവിതം എന്ന് പറയുന്ന സിനിമ കുറിച്ച് പറയുമ്പോഴേ ഒരുപാട് ജീവിതങ്ങളുടെ കഥയാണെന്നൊക്കെ പറയാം. അത്തരത്തിൽ നജീബുമാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവാം. ഏതോ കാട്ടിൻ്റെ അല്ലെങ്കിൽ മണൽക്കാടുകൾക്കുള്ളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്, മണൽക്കാടുകൾക്കുള്ളിൽ പെട്ടുപോകുന്ന ഒരു മനുഷ്യന്. ഈ സിനിമ ഞാൻ ഇന്നലെ കണ്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൽ ആ സിനിമയുടെ നിർമ്മിതി എന്ന് പറയുമ്പോൾ ബ്ലെസ്സി എന്ന് പറയുന്ന സംവിധായകനും, ആ ബ്ലെസ്സി എന്ന് പറയുന്ന സംവിധായകൻ്റെ മനസ്സിൽ നജീബ് എന്ന് പറയുന്ന യഥാർത്ഥ ക്യാരക്ടറിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം, ആ ഒരു അനുഭവം ബ്ലെസ്സി വളരെ മികച്ച രീതിയിൽ ബ്ലെസ്സി അത് സ്ക്രിപ്റ്റ് എഴുതി, തിരക്കഥ എഴുതി, അത് സംവിധാനം ചെയ്ത് വരുമ്പോൾ അതൊരു വല്ലാത്തൊരു വ്യത്യസ്ത അനുഭവം തന്നെയാണ്. അതിൽ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ആ നജീബ് ക്യാരക്ടറായി മാറുമ്പോഴേ അതൊരു വൻ വിജയമാവുകയാണ്. ആ ഒരു ക്യാരക്ടറിലേക്ക് പൃഥ്വിരാജിനെ ട്രാൻസ്മിഷൻ ചെയ്തൊക്കെ ഉണ്ടൊക്കെ ഒരു രീതിയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിനെ ഇത്തരത്തിലൊരു രൂപത്തിൽ മറ്റേത് സിനിമയിലും നമുക്കൊരു പക്ഷേ കാണുന്നില്ല. പലപ്പോഴും ആ സിനിമയിൽ അതിൻ്റെ പല ഫ്രെയിമുകളും, അതിൻ്റെ ക്യാമറ അതൊരു വല്ലാത്ത
തന്നെയാണ്. സാധാരണ പല സിനിമകളിലും ലൈറ്റിങ് എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടറിനെ ഇമ്പോർട്ടൻസ് ചെയ്തുകൊണ്ട് ആ ലൈറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് ആ മാക്സിമം ക്യാരക്ടറിനെ കാണിക്കാൻ ശ്രമിക്കുമ്പോഴേ മിക്ക ഇടങ്ങളിലും അതിൽ ലൈറ്റിംഗ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ലോ ലൈറ്റിങ്ങിൽ തന്നെ വളരെ ഭംഗിയായിട്ട് ഒരു പ്രേക്ഷകൻ്റെ മനസ്സിലും പ്രേക്ഷകനും ഈ സിനിമയും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഇല്ലാത്ത വിധത്തിലാണ് ആ സിനിമയുടെ ക്യാമറയൊക്കെ ചെയ്തിട്ടുള്ളത്. പലപ്പോഴും കൂടുതലായിട്ടും അതിന് ഏരിയൽ ഫ്രെയിമുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ആട്ടിൻ കൂട്ടം പറ്റങ്ങൾ ഒരു സമയത്ത് സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തൊക്കെ ആ ഏരിയൽ ഫ്രെയിം ഉപയോഗിച്ചിട്ടുള്ള വളരെ രസകരമായിട്ടാണ്. ഈ സിനിമയുടെ കഥയിലേക്ക് വരുമ്പോൾ ആ ഈ ഒരു ബിന്യാമിൻ്റെ ആ തൂലികകൾ ബിന്യാമിൻ എഴുതിയ ആ കഥ സിനിമയിലേക്ക് വരുമ്പോഴേ ആ കഥയുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാടല്ല എങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. വലിയ മാറ്റം എന്ന് പറയാൻ കഴിയില്ല. ഈ ബിന്യാമിൻ്റെ ആ വർഷങ്ങൾക്ക് മുമ്പ് ബിന്യാമിൻ എഴുതി വെച്ച് അത് പിന്നീട് ഈ സിനിമ ആക്കി മാറ്റുമ്പോൾ ഒരു 16 വർഷത്തെ ഒരു പ്രയത്നം എന്നൊക്കെ പറയുമ്പോൾ പൃഥ്വിരാജിൻ്റെ സിനിമ ജീവിതത്തിൽ തന്നെ ഒരു വലിയ വഴിത്തിരിവായി മാറുകയാണ് ഈ സിനിമ. മാത്രമല്ല ഒരു പക്ഷേ ഓസ്കാറിന് സാധ്യതയുള്ള ഒരു സിനിമ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. അതിൻ്റെ ക്യാമറയിലൂടെ ആ പൃഥ്വിരാജിൻ്റെ ആ ഭാവങ്ങളും ഇതൊക്കെ വളരെ അസഹ്യനീയമാണ്. എന്താ പറയുക, വളരെ ഒരു അബ്നോർമൽ ലെവലിലേക്ക് അത് പോയിട്ടുണ്ട് ആ സിനിമയുടെ ഓരോ സ്റ്റേജിലേക്കൊക്കെ പോകുമ്പോൾ. ഈ സിനിമയുടെ കഥ ആദ്യത്തിൽ തുടങ്ങുന്നത് ശരിക്കും നജീബിൻ്റെ ജീവിതത്തിൽ നജീബ് എന്ന് പറയുന്ന മനുഷ്യൻ അനുഭവിച്ച അനുഭവങ്ങൾ അത് അഭിനയമായി പൃഥ്വിരാജ് അഭിനയിക്കുകയാണെങ്കിലും ആ ഒരു രംഗം പൃഥ്വിരാജ് വളരെ ഈ ഒരു ക്യാരക്ടറോട് ഒരുപാട് എന്താ പറയുക ഒരുപാട് അതിനോട് കമ്മിറ്റ്മെൻറ്റ് ഒരു വളരെയധികം കൂറ് പുലർത്തിയിട്ടുണ്ട് പൃഥ്വിരാജ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രേക്ഷകർക്ക് ഈ സിനിമ ഇത്രയും വളരെ ഭംഗിയായിട്ട് കാണാൻ കഴിഞ്ഞൊരു സാഹചര്യം ഉണ്ടായതും. ഞാനൊക്കെ ആ ഒരു സീന് അതിൽ ഈ സിനിമയെക്കുറിച്ച് വളരെ ഇതായിട്ട് പറയുകയാണെങ്കിൽ ഈ നജീബ് എന്ന് പറയുന്ന ക്യാരക്ടർ വിദേശത്ത് പിന്നെ പണയം വെച്ചുകൊണ്ട് ഈ അവിടെ കടത്ത് തോണിയിൽ മണൽ വാരിയിരുന്നൊരു ആ ഒരു പയ്യനെ പിന്നീട് ഭാര്യയ്ക്ക് ഗർഭം ഉണ്ടായിരിക്കെ പെട്ടെന്ന് ഗൾഫിലേക്ക് ഇങ്ങനൊരു ചാൻസ് കിട്ടുകയും ബോംബെ വഴി ഗൾഫിലെത്തിപ്പെട്ടതിന് ശേഷം ആളുകൾ ആരെങ്കിലും ഈ വിസയിൽ വന്നതാണല്ലോ, വിസയിൽ വന്നിട്ട് അവിടെ വന്ന് നിന്നതിന് ശേഷം പഴയ കാലത്തൊക്കെ അറബികൾ വന്ന് അവരെ സ്പോൺസർ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഇപ്പോഴാണ് കുറച്ചും കൂടെ വിസയുടെ പ്രോസസ്സിങ്ങും വിസേൻ്റെത് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയത്. അങ്ങനെ ഇരിക്കെ ഈ നജീബും കൂടെ ഉണ്ടായിരുന്ന ഹക്കീമും ഇവർ 2 പേരാണ്. ഈ ഹക്കീം മലപ്പുറത്തുള്ള പയ്യനാണ് ആയിട്ടാണ് നമ്മൾ ചിത്രീകരണത്തിൽ കാണിക്കുന്നത്. ഒരു പക്ഷേ നജീബ് എന്ന് പറയുന്ന ആ ക്യാരക്ടർ പറഞ്ഞു കൊടുത്ത നജീബ് എന്ന യഥാർത്ഥ സിനിമയിലുള്ള അല്ലാത്ത ക്യാരക്ടർ പറഞ്ഞു കൊടുത്ത കഥയിൽ നിന്നുള്ള ഭാഗങ്ങളായിരിക്കാം. അങ്ങനെ ഇവർ 2 പേരെയും കുറേ നേരം അവർ ആരെങ്കിലും ഒരു സ്പോൺസർ ഏറ്റെടുത്തെങ്കിൽ എങ്ങനെ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നജീബിനെയും പിന്നെ ഹക്കീമിനെയും പെട്ടെന്നൊരു ട്രക്കിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ ട്രക്കിലിട്ടുകൊണ്ട് പോവുകയാണ്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഷ അറിയില്ല എന്നുള്ള ഒരു വലിയ ഇതാണ്. അറബികൾക്ക് ആ അറബികൾ പിന്നെ കൂടുതലും ഇപ്പം ഈ അറബികൾ നമ്മൾ പലപ്പോഴും ഈ സിനിമ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും അറബികൾ വളരെ മോശമായിട്ടെന്ന്. ശരിക്കും അറബികൾ അവിടെ മോശമായിട്ട് ചിത്രീകരിക്കുകയല്ല ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അറബികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മനുഷ്യനോട് സ്നേഹമുള്ള മനുഷ്യരാണ്. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അറബികളിൽ ഒരു ചെറിയ ശതമാനം കുറച്ച് എവിടെയെങ്കിലും കുറച്ചുണ്ടെങ്കിൽ നാടും മനുഷ്യരെയും തിരിച്ചറിയാൻ കഴിയാത്ത കാട്ടറബികൾ ഉണ്ട്. ഈ കാട്ടറബികളെ സ്വഭാവം എന്ന് പറയുമ്പോൾ അവരൊരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്ന കാലഘട്ടം. അങ്ങനത്തെ ഒരു അറബികളിൽ കുറച്ച് ഇതുണ്ട്, കാട്ടറബികൾ എന്നാണ് ശരിക്ക് അവർ അറിയപ്പെടുന്നത്. അങ്ങനെ ഇവർ എയർപോർട്ടിൽ നിന്ന് ഇവരെ കൂട്ടിയിട്ട് കൊണ്ടുപോവാണ്.
ഉള്ളിൻ്റെ ഉള്ളിലേക്ക് എവിടെയോ ഒരു പരിചയമില്ലാത്തൊരു കാട്ടിലെ മണലാരണ്യത്തിലേക്ക് ഇവരെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവിടെ എത്തിപ്പെട്ടതിന് ശേഷം ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു നിമിഷത്തിൽ പൃഥ്വിരാജ് അറിയുന്നുണ്ട് ഇത് തൻ്റെ യഥാർത്ഥ സ്പോൺസർ അല്ല എന്ന്. അങ്ങനെ അവിടെ കൂട്ടിക്കൊണ്ടുപോയതിന് ശേഷം അവിടെ പിന്നീട് ജീവിക്കുകയാണ് പൃഥ്വിരാജ്. ആ ഒരു കൂട്ടത്തിൽ ആടിൻ്റെയും ഒട്ടകങ്ങൾക്ക് ഇടയിൽ ഒരു എന്താ പറയുക, അതിനിടയിൽ ഈ സുഹൃത്തിനെ പിന്നീട് ഇവർ തമ്മിൽ ഒന്നിച്ച് ഒരുപാട് തന്നെ ജോലി ചെയ്യണം. ആ പൃഥ്വിരാജിന് നാട്ടിലേക്ക് പോരുന്ന സമയത്ത് ആ ഹക്കീമിൻ്റെ ഉമ്മ കൈ പിടിച്ച് കൊടുത്തിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോനെ ഞങ്ങൾ വേറെ നിവർത്തില്ലാത്തത് കൊണ്ട് ഗൾഫിലേക്ക് പറഞ്ഞയക്കാണ്, ഒരു കമ്പനി വിസയിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ എത്തിപ്പെടുന്നത്. അങ്ങനെ ഇവിടെ എത്തിപ്പെട്ട് ഈ പൃഥ്വിരാജും ഹക്കീമും എത്തിപ്പെട്ട് ഹക്കീമിനെ മറ്റൊരു അറബി കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ പിന്നീട് ഈ ഒരു അവസ്ഥകളെ കണ്ടപ്പോൾ അവിടെ കിടന്നിട്ട് പൃഥ്വിരാജ് ആ മനസ്സ് മരവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എനിക്ക് ഒരു കമ്പനി ജോലി കിട്ടിയ ഒരു കമ്പനിയിലെ ജോലി എന്നുള്ള ഇതിൽ വന്നിട്ട് ഞാൻ പെട്ടുപോയൊരു അവസ്ഥ ഉണ്ടല്ലോ. ആ സമയത്തൊക്കെ പൃഥ്വിരാജിൻ്റെ മുഖഭാവങ്ങളുണ്ടല്ലോ, അത് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇത് ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഒരു വല്ലാത്തൊരു മുഖം തന്നെയാണ്. ആ സമയത്തൊക്കെ ആ ഒരു ക്യാമറ ചലിപ്പിച്ചിട്ടുള്ള ആ ലോ ലൈറ്റിങ്ങിലുള്ള ബ്യൂട്ടിയും, എന്നാൽ ഒരുപാട് സിനിമയിൽ കളറിങ് ഒരുപാട് ചെയ്തിട്ടുള്ള ചില ഭാഗങ്ങളിൽ, പക്ഷേ അത്യാവശ്യം എന്നാൽ കളറിങ് ഉണ്ടായിരുന്നു. ഏതായാലും ഒരു ബോളിവുഡിൻ്റെ കളറിങ്, സിനിമ കളറിങ്ങാണ് കൂടുതലായിട്ട് അതിന് ചെയ്തിട്ടുള്ളത്. പിന്നെ മാത്രമല്ല അവിടെ അതിൽ സിനിമയിലുള്ള ആ ലൈറ്റിങ്ങുകളൊക്കെ വളരെ രസകരമായ ലൈറ്റിങ്ങുകളാണ്, ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്. പിന്നീട് അതേസമയം സിനിമയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോരുമ്പോൾ ഞാൻ സിനിമയുടെ ഓരോ ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു പോരുമ്പോഴേ അറിയാതെ അതിലെ ഓരോ മൂവ്മെൻറ്റും ഓർക്കുമ്പോൾ അതിലെ സംഗീതവും അതേപോലെ തന്നെ അതിലെ ലൈറ്റിങ്ങൊക്കെ ഓർത്തു പോകണം. അതുകൊണ്ടാണ് ആ ഭാഗത്തെക്കുറിച്ചൊക്കെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഇവർ ഇവിടെ ഈ ആടുകളെ ഇതിൻ്റെ ഏതോ ഉൾക്കാട് എന്നൊക്കെ പറയുന്ന പോലെ പിന്നെ മരുഭൂമിയിലാണ് ഇവർ കൊണ്ടുപോയിട്ട് ഇവരിടുന്നത്. അതിന് ശേഷം അവിടെ ഒരു ജീവിതം, പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ലേ, അതുപോലെ ഞാനും. അങ്ങനെ അവിടെ പൃഥ്വിരാജ് എത്തിപ്പെടുമ്പോൾ അവിടെ ഒരു പ്രായമായിട്ടുള്ള ഏകദേശം ഒരു 70 വയസ്സോളം പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന് ഹിന്ദിയിൽ പറയുന്നുണ്ട്, ഒരിക്കലും അകത്തേക്ക് വന്നാൽ തിരിച്ചു പോകാൻ കഴിയാത്തതാണെന്ന്. പക്ഷേ പൃഥ്വിരാജിന് ആ സമയം ഭാഷ അറിയാത്തതുകൊണ്ട് അത് മനസ്സിലാവുന്നില്ല. ആ രീതിയിൽ തന്നെ അത് വളരെ രസകരമായിട്ട് പ്രേക്ഷകരെ മനസ്സിലത് പിന്നെ എത്തിക്കുന്ന രീതിയിൽ തന്നെ അത് സംവിധായകനെ ബ്ലെസ് ചെയ്തു വെച്ചിട്ടുണ്ട്. മാത്രമല്ല ആ പിന്നെ പ്രായമായ മനുഷ്യന് പറയുന്നുണ്ട് എൻ്റെ അതേ അവസ്ഥ പിന്നീട് നിനക്ക് വരും എന്നൊക്കെ. പക്ഷേ പൃഥ്വിരാജിന് അതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ പൃഥ്വിരാജ് പറയുന്ന മലയാള ഭാഷ കുറേയൊക്കെ ആ മനുഷ്യന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പൃഥ്വിരാജ് ഈ മനുഷ്യനെ അവിടെ കാണാൻ, പൃഥ്വിരാജ് അവിടെ എത്തിപ്പെട്ടപ്പോൾ പൃഥ്വിരാജ് വിചാരിച്ചിട്ടുള്ളത്, നജീബ് വിചാരിച്ചിട്ടുള്ളത് എൻ്റെ പോലെ എന്നെ പിന്നെ ഈ നജീബ് ഇനി വരാൻ പോകുന്ന അവസ്ഥയാണിത്. പക്ഷെ അത് ആ മനുഷ്യനെ അറിയാം, പ്രായമായിട്ടുള്ള മനുഷ്യൻ, അവിടെ ഇരിക്കുന്ന മനുഷ്യനെ അറിയാം. പക്ഷെ ആ മനുഷ്യന് നജീബിൻ്റെ വിചാരം ഇവിടെ ആടുകളെ മേയ്ക്കാനും അതേപോലെ ആടുകൾക്ക് പാല് ചുരത്താനൊക്കെ ഉള്ള ആളാണ് നജീബ് എന്നാണ്, അല്ല ഈ മനുഷ്യനെന്നാണ് നജീബ് വിചാരിക്കുന്നത്. അങ്ങനെ ഈ മനുഷ്യന് അയാൾ പിന്നെ പെട്ടെന്നൊരു ദിവസം നജീബിൻ്റെ ഈ അവസ്ഥ ഇതിൽ പെട്ടുപോയത് നജീബ് മനസ്സിലാക്കി. പെട്ടെന്നൊരു ദിവസം നജീബ് ഈ ഒരു അവസ്ഥ നജീബ് ഈ മനുഷ്യനെ കാണാനില്ല, പാൽ ചുരുത്തുന്ന ആളെ കാണാനില്ല എന്നൊക്കെ മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കുക. പക്ഷെ അതിൽ വേറൊരു എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു സീനുണ്ട് കേട്ടോ. അതായത് ഈ അറബികൾ ഈ റൊട്ടി ചുട്ട് ഭക്ഷണം കഴിക്കും. ഈ റൊട്ടി അവിടെയൊക്കെ റൊട്ടിയും ഈ പാലും ആട്ടിൻപാലും മാത്രമാണ് അവർ കഴിക്കുന്നത് അറബികൾ, ഈ കാട്ടറബികളായിട്ടുള്ള ആളുകൾ. അപ്പോൾ പൃഥ്വിരാജ് ഈ അവസ്ഥയിലിങ്ങനെ ഏതാന്നല്ല അറിയാത്ത ഒരു അവസ്ഥയിലിങ്ങനെ നിൽക്കുന്ന സമയത്ത് പൃഥ്വിരാജ് അവരവിടെ റൊട്ടി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറബി വിളിക്കുന്നുണ്ട്, താൽ താൽ ഹബീബി താൽ. ആ സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് വിശന്നിട്ട് ഇത്ര ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലോ വന്നിട്ട്. അപ്പോൾ പൃഥ്വിരാജിന്
ആ അറബി ആ ഭക്ഷണത്തിൻ്റെ റൊട്ടിയുടെ കഷ്ണം കൊടുത്തിട്ട് പൃഥ്വിരാജ് ആ റൊട്ടി കഴിക്കുന്ന ഒരു സീനുണ്ട്. വല്ലാത്തൊരു സീൻ തന്നെയാണ് അത്. ഫ്രെയിം ആംഗിളും അതേ സമയം ഈ പൃഥ്വിരാജിൻ്റെ ആ അഭിനയം കാരണം കുറേ ദിവസം ഭക്ഷണം കഴിക്കാതെ ആർത്തിയോടെ കഴിക്കുന്നത്. അതിനിടയ്ക്ക് അറബി പറഞ്ഞു കൊടുക്കുന്നുണ്ട് വെള്ളത്തിൽ മുക്കിയിട്ട് കഴിക്കുന്നത്. കാട്ടറബി ആദ്യ സമയത്തൊക്കെ കാട്ടറബി ആണെങ്കിലും കുറച്ചതായിട്ട് പെരുമാറി. പിന്നീട് ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ അറബി ഉണ്ടല്ലോ, ഒരു അറബി കൊണ്ടുവന്നിട്ട് ഈ പൃഥ്വിരാജിനെയും ഹക്കീമിനെയും ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരെന്തോ പൈസ കൊടുത്തിട്ടാണ് ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അതിന് പണം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ മറ്റുള്ള അറബിക്ക് ഈ കൂടെയുള്ള അറബി ഉണ്ടല്ലോ, അറബി അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ രീതിയിലാണ് ഉള്ളത്. പിന്നെ എന്താ പറയുക, അവിടുന്ന് പിന്നെ അതിന് ശേഷം ഒരു ദിവസം പൃഥ്വിരാജ് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. എങ്ങനെയെങ്കിലും പൃഥ്വിരാജ് രക്ഷപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി. രണ്ട് പ്രാവശ്യം അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ അതിൽ പൃഥ്വിരാജ് ഈ മനുഷ്യനൊന്നും കാണാനില്ല, എവിടെ മറ്റാൾ എന്നൊക്കെ ഇങ്ങനെ പൃഥ്വിരാജ് ചോദിക്കുന്നുണ്ട്. പൃഥ്വിരാജ് മലയാളത്തിൽ ചോദിക്കുകയാണെങ്കിലും അറബി മനസ്സിലാവാത്തതുകൊണ്ട് തിരിച്ചറിയുന്നില്ല. അപ്പോൾ പൃഥ്വിരാജ് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടുകയാണ് ഒരു സ്ഥലത്തേക്ക്. ഓടുന്നതിന് പെട്ടെന്ന് ഒരു പാറക്കെട്ടിൽ അകപ്പെട്ട്, ഒരു പാറക്കെട്ടിന് മുന്നിൽ ഇനി വീണ് കഴിഞ്ഞാൽ ഭസ്മം പോലും കാണില്ല. അവിടുന്ന് ഇങ്ങനെ കാണുന്ന ഒരു സീനെന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ കഴുകന്മാരുണ്ടല്ലോ, ഒരു മനുഷ്യനോളം വലിപ്പമുള്ള കഴുകന്മാർ. അത്രയും വലിയ കഴുകനൊക്കെ ഉണ്ടാവോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാനിങ്ങനെ സിനിമ കണ്ടതിൻ്റെ റിവ്യൂവിൽ പറയാണ്. അപ്പോൾ ആ കഴുകന്മാരൊക്കെ അവിടെ എന്തോ കുത്തി വലിക്കുന്നുണ്ട്. പൃഥ്വിരാജ് അവിടുന്ന് ഇറങ്ങിയിട്ട് ഓടാൻ വേണ്ടിയിട്ട് വീണ്ടും ആ സ്റ്റെപ്പ് കൊത്തിപ്പിടിച്ച് അവിടുന്ന് ആ പാറക്കെട്ടിന് കൊത്തിപ്പിടിച്ച് താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ കഴുകന്മാരൊക്കെ ഈ ഒന്നിച്ച് പൃഥ്വിരാജിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊരു അപാര സീനാണ്. ആ ഫ്രെയിമൊക്കെ ചിത്രീകരിച്ചൊക്കെ ഉണ്ട് ഭയങ്കര. അതായത് പൃഥ്വിരാജിൻ്റെ ഫേസിലേക്ക് ആ കഴുകന്മാരുടെ ഫേസൊക്കെ വളരെ ഇതായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതായത് ആ ഛായാഗ്രഹണ ക്യാമറ ചലിപ്പിച്ച ആൾ, അതൊരു ഭയങ്കര, അതൊക്കെ ബ്ലെസ്സിയുടെ കഴിവ് തന്നെ ആയിരിക്കാം. ഒരു പക്ഷേ ബ്ലെസ്സിയുടെ പ്ലാനിങ്ങിൽ ആ ഒരു സിനിമ ആകുമ്പോൾ പൃഥ്വിരാജിൻ്റെ അഭിനയമൊക്കെ അത്ര ഇതായിരുന്നു. ബ്ലെസ്സി സിനിമയെക്കുറിച്ച് ഇത്രയും വർഷങ്ങൾ പഠിച്ചിട്ട് മറ്റൊരു സിനിമ പോലും ചെയ്യാതെ പൃഥ്വിരാജ് മറ്റുള്ള സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്ലെസ്സി ഒരു സിനിമ പോലും ചെയ്യാതെ ഈ ഒരു സിനിമ അവസാനം ചെയ്യുമ്പോഴേ എനിക്ക് തോന്നുന്നു ജെയിംസ് കാമറൂണൊക്കെ ഒരു വർഷങ്ങൾ എടുത്തിട്ട് പല സിനിമകളും ചെയ്ത പോലെ അത്രയും റിസർച്ച് ചെയ്തിട്ട് ചെയ്തതായിരിക്കാം ഒരു പക്ഷേ. അതുകൊണ്ട് ആ ഒരു ഇത് ഈ സിനിമയിൽ ഉടനീളം കാണുന്നുണ്ട്. പിന്നീട് ആ മനുഷ്യനെ കൊത്തി വലിച്ചിട്ടിട്ട് പെട്ടെന്ന് പൃഥ്വിരാജ് വളരെയധികം ഷോക്കായ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ആ മനുഷ്യനുണ്ടല്ലോ മുന്നേ കണ്ട ഒരു മനുഷ്യന് പൃഥ്വിരാജ് ഇവിടെ ഈ ഇതിലേക്ക് ട്രക്കിൽ കൊണ്ടുവന്നാക്കുമ്പോൾ അവിടെ കണ്ട ഒരു മനുഷ്യനുണ്ടല്ലോ, ആടിനെ നോക്കുന്ന പാല് ചുരുത്തിക്കൊണ്ടിരുന്ന ആ മനുഷ്യന് മരിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ മരിച്ചിട്ട് അവരെ ഈ അറബികൾ കൊണ്ടിട്ടതാണോ എന്തോ ആവാം, കൊത്തി വലിക്കാണ് കഴുകന്മാർ. ആകെ ഷോക്കായി പൃഥ്വിരാജ്. ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ പൃഥ്വിരാജ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, നജീബ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, എനിക്കും ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ വരിക. അതിൽ നജീബ് ഭയങ്കരതായിട്ട്. പിന്നെ നജീബ് ഒരിക്കൽ വിളിക്കിരിക്കുന്നുണ്ട് നമ്മളെ, എന്താ പറയുക, അവിടെ ഈ സാധാരണ നമ്മൾ പിന്നെ ഇത് ചെയ്യല്ലോ, അവിടെ അറബികളൊക്കെ അവരെ കാര്യം സാധിക്കുക, ദിനചര്യ എന്താ പറയുക, ബാത്റൂമിൽ പോകുന്നതിന് പകരം മണലിൽ തന്നെയാണ് അവരെ കാര്യങ്ങൾ സാധിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ആ വെള്ളം അവൻ്റെ അടുത്തുനിന്ന് അറബി വാങ്ങിക്കൊണ്ടായിട്ട് ഒരു കുറച്ച് വെള്ളത്തിനും വേണ്ടിയിട്ട് അറബി അവനെ അടിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതേപോലെ അറബിയോട് ചെറിയ കാര്യത്തിന് പോലും ഇവർ ഈ തലയിലൊരു ചുറ്റ് ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ശരിക്കും അത് അറബികളൊരു സംസ്കാരത്തിൻ്റെ അവരൊരു കൾച്ചറിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് അറബികളെ തലയിലുള്ള ചുറ്റ്. എങ്കിലും ഈ സിനിമയിൽ അവർ ആ അറബിക്ക് ദേഷ്യം വരുമ്പോൾ തലയിൽ നിന്ന് ആ ചുറ്റെടുത്തിട്ട് ഈ നജീബിനെ അടിക്കുന്നുണ്ട്. ഞാൻ ഈ നജീബ് എന്ന് പറയുന്ന പൃഥ്വിരാജ് എന്നും സെപ്പറേറ്റ് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഈ സിനിമ കാണാത്തവർക്ക് നജീബ് ആരാന്ന് പൃഥ്വിരാജാണ് ആരാന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അങ്ങനെ അടിക്കുന്നുണ്ട് ആ സീനൊക്കെ, അതൊരു ഭയങ്കരത. പിന്നീട് അവരവിടുന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പിന്നീട് പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഹക്കീം വേറൊരു സ്ഥലത്തും പൃഥ്വിരാജ് വേറൊരു സ്ഥലത്തും ആയിട്ട് ഒരു ഭയങ്കര വിഷമകരമായ ഒരു അതികഠിനമായ ഭക്ഷണം കഴിക്കാനും, കാരണം ഈ ആടുകളോട് സംസാരിക്കുകയും ആടുകളുമായിട്ടുള്ള ഒരു ഇതായിട്ടൊക്കെയുള്ള ഒരു ഇതാണ്. പിന്നീട് പൃഥ്വിരാജ് തന്നെ അങ്ങോട്ട് മാറിപ്പോവുകയാണ്. പിന്നീട് വാഹനത്തിൽ നോക്കിയിട്ട് അതൊരു ഭയങ്കര ഇതായിട്ടുള്ളൊരു ഫ്രെയിം തന്നെയായിരുന്നു കേട്ടോ, ഒരു സീന്, മുഖഭാവം. പൃഥ്വിരാജ് ഇങ്ങനെ നോക്കുകയാണ് കുറേ ദിവസത്തിന് ശേഷം. അവിടെ ദൂരത്തുനിന്ന് കൊണ്ടുവന്ന ഈ
ട്രക്കിലാണല്ലോ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ, ആ ട്രക്കിൽ ഉള്ള എൻ്റെ മിററിൽ ഇങ്ങനെ പൃഥ്വിരാജ് നോക്കുന്നുണ്ട്. അപ്പോൾ പൃഥ്വിരാജിന് ഒരുപാട് താടി വന്നിട്ടുണ്ട്. അപ്പോൾ പൃഥ്വിരാജ് അപ്പോൾ ആകെ അമ്പരന്ന് പോവാണ്. കാരണം ദിവസം അറിയില്ല, സമയം അറിയില്ല, ഒന്നും അറിയാത്തൊരു ജീവിതം. പക്ഷേ അതിനിടയ്ക്ക് ഈ സിനിമയിൽ എനിക്കൊരു അത്ര ഒരു ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ ഇടയിലൊക്കെ ആ പെട്ടെന്ന് കേരളത്തിലുള്ള ജീവിതവും കേരളത്തിലുണ്ടായ സാഹചര്യത്തിൻ്റെ ഓർമ്മയിലേക്ക് ഇങ്ങനെ പോകുന്നത് സംഭവം ഉണ്ടല്ലോ. അത് ശരിക്കും പറയുകയാണെങ്കിൽ ചെയ്തത് സംവിധായകൻ എനിക്ക് തോന്നുന്നു ആ ഭാഗങ്ങളൊന്നും ബ്ലെസ് ചെയ്യും, പക്ഷെ അത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തിട്ടില്ല. പലപ്പോഴും അതിലെ പല സീനുകളും എന്താ പറയുക, ഈ അതിൽ നടിയുണ്ടല്ലോ നമ്മളെ പിന്നെ ഇവള് അമലാപോള് ഇവരും കൂടെ, അമലാപോളും പൃഥ്വിരാജും പെട്ടെന്ന് അമലാക്ക് നീന്തറിയാത്ത ഒരു കുട്ടിയാണ്. അമലാപോളാണല്ലോ അതിലെ നടി, പൃഥ്വിരാജിൻ്റെ ഭാര്യയായിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഇവളി നീന്തറിയാത്ത അമലാപോളിന് എപ്പോഴും തൊട്ടടുത്ത് ഈ പൃഥ്വിരാജിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പുഴയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പുഴയിൽ പോയിട്ട് കുളിക്കാതെ ആ പുഴയിൽ നിന്ന് നീന്തം അറിയാത്തത് കൊണ്ടായിരിക്കാം വീട്ടിൽ നിന്നാണ് കുളിക്കുക എപ്പോഴും അമലാപോൾ. അതായത് സെയ്നു എന്നാണ് അതിൽ അമലാപോളിൻ്റെ പേര് കേട്ടോ. സെയ്നു വീട്ടിൽ നിന്നാണ് കുളിക്കുക, വീട്ടിൽ നിന്ന് കുളിക്കും ഒക്കെ ചെയ്യും. പക്ഷേ പെട്ടെന്നൊരു ദിവസം പൃഥ്വിരാജ് അവളെ എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നൊരു സീനൊക്കെ ഉണ്ട്. അത് ഭയങ്കര രസമാണ് കേട്ടോ. അതൊരു നാച്ചുറാലിറ്റി ആയിട്ടുള്ള ആ സീന് ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ സീന്, ഫ്രെയിം. അതിനുശേഷം എടുത്ത് കൊണ്ടുപോയിട്ട് പുഴയിലേക്ക് അങ്ങോട്ട് ഇറക്കുമ്പോൾ അവൾ ഭയങ്കര ഒന്ന് വെള്ളത്തിലാണ് മുക്കും, ഭയങ്കരമായിട്ട് പേടിക്കും. ആ വെള്ളത്തിൽ നിന്നൊക്കെയുള്ള ആ ഫ്രെയിംസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമായിട്ടുള്ള ഫ്രെയിമാണ്. കളറിങ്ങൊക്കെ എന്തെന്നെ ആയാലും അതിൽ ക്യാമറമാൻ്റെ കഴിവിലുപരി കളറിങ് ആർട്ടിസ്റ്റ് വളരെ രസമായിട്ട് അത് കളറിങ് ചെയ്തിട്ടുണ്ട്. ആ പെർഫെക്റ്റ് കളറിങ്ങാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു അതൊക്കെ ഉണ്ടല്ലോ ചില്ല് പോലെ അത് കളർ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും വെള്ളത്തിൽ നിന്ന് അണ്ടർ വാട്ടർ ഒക്കെ ഇത്ര പെർഫെക്റ്റായിട്ട് കിട്ടുന്ന ആ കളറിങ് ചെയ്ത ആളൊരു കഴിവ് കൂടെയാണത്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട് വെള്ളത്തിൽ കണ്ടിട്ടതിന് ശേഷം ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ അവരിങ്ങനെ മുകളിൽ നിന്ന് ലോങ്ങിൽ നിന്നൊരു ഫ്രെയിം വരുന്നുണ്ട്. ആ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവർ, ആ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ ഇവർ പിന്നെ നീന്തറിയാത്ത ആൾ ഒരു സെക്കൻഡ് കൊണ്ട് 2-3 സെക്കൻഡ് കൊണ്ട് നീന്തം പഠിച്ചു. അത് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ഇതാണ്. അങ്ങനെ തരത്തിൽ വിശ്വസിക്കാൻ പെട്ടെന്ന് കഴിയാത്ത പല ഭാഗങ്ങളും അതിലുണ്ട്. പിന്നെ നമ്മൾ ഇനി വീണ്ടും കഥയിൽ ഇങ്ങനെ സൈഡിലേക്ക് തന്നെ വരുമ്പോൾ പിന്നെ വീണ്ടും ഈ കഥയിലെ അറേബ്യൻ ജീവിതത്തിലേക്ക് തന്നെ പൃഥ്വിരാജിൻ്റെ ജീവിതത്തിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ പൃഥ്വിരാജ് 1-2 പ്രാവശ്യം അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അതേപോലെ പിന്നീട് ഈ പൃഥ്വിരാജ് ഒരു ദിവസം അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ഈ അറബികളെ ഇതൊന്നും സഹിക്കാൻ വയ്യാതെ അതിന് ഒരിക്കൽ രണ്ടാമത്തെ പ്രാവശ്യം രക്ഷപ്പെടുന്ന സമയത്ത് 2 കാലുകൾക്കും അടിച്ചിട്ട് കാരണം ഈ അറബികൾ ഈ ആടിനെ വിട്ടിട്ട് ഒട്ടകങ്ങളൊക്കെ മേയ്ക്കാനും വേണ്ടിയിട്ട് ഇതുപോലെ ആടുജീവിതം നയിക്കുന്ന ആരെങ്കിലും ഇതുപോലെ ഒരു മനുഷ്യരെ കൊണ്ടുവന്നിട്ട് ഇതാക്കിയിട്ട് അവരെ കൂട്ടത്തിൽ അത് മേയ്ക്കാനും ഇതിനൊക്കെ ആയിട്ട് ഒരാളെ വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുക. അങ്ങനെയാണ് ഈ അറബികളെ ഈ ഒരു പഴയ കാലം മുതലേ അവർ ഈ ആട് വളർത്തുന്ന ഈ കാട്ടറബികളൊരു സിസ്റ്റം. പക്ഷേ അവിടുന്ന് പിന്നീട് ഈ സിനിമ 2.5-3 മണിക്കൂറുള്ള സിനിമ മൊത്തം പറയല്ല, ബേസിക് കഥകളതിലേക്ക് പറയാൻ ഇനി കുറച്ചുകൂടെ ഷോർട്ട്. അങ്ങനെ അവിടുന്ന് നേരെ പൃഥ്വിരാജ് 2ാം പ്രാവശ്യം രക്ഷപ്പെടുമ്പോൾ കാലിനടിച്ചിട്ട് കാലിൻ്റെ 2 കാലിൻ്റെ ഈ ഇവിടെ ഉണ്ടല്ലോ അപാരമായി ഇതായിട്ട് പിന്നെ നടക്കാനൊന്നും കഴിയാത്തൊരവസ്ഥയിലേക്ക് പൃഥ്വിരാജ് മാറുകയാണ്. അങ്ങനെ ഒരു ദിവസം കല്യാണം ഹക്കീം എന്ന് പറയുന്ന ക്യാരക്ടറിനെ പിന്നീട് കാണുന്ന ഒരു സീനുണ്ട്. അതൊരു അപാരമായ സീനാണ്. കാരണം കാലങ്ങൾക്ക് ശേഷം ഇത്രയും ദിവസത്തിന് ശേഷം പിന്നെ ഹക്കീമിനെ കണ്ടിട്ടില്ല, കെട്ടിപ്പിടിക്കുന്നുണ്ട് ഹക്കീമിനെ ഈ സിനിമയിൽ അവസാനം എന്ത് സംഭവിച്ചു എന്നൊക്കെ ഞാൻ പറയാം. പിന്നീട് അവരിലേക്കൊരു സുഹൃത്ത് വരികയാണ്. അങ്ങനെ ഹക്കീമിനെ കെട്ടിപ്പിടിക്കുമ്പോഴേ പക്ഷേ ഹക്കീമിനെ ഈ പൃഥ്വിരാജിൻ്റെ കാലുകളിലൊക്കെ നടക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു പ്രത്യേക ഷൂസ് ഇട്ടിട്ടാണ് പൃഥ്വിരാജ് നടക്കുന്നത്. അതൊക്കെ പക്ഷേ ഹക്കീം ഇതുപോലെ മറ്റൊരു അറബിയുടെ കീഴിലൊക്കെ ആണെങ്കിലും പക്ഷേ ഹക്കീമിൻ്റെ കോസ്റ്റ്യൂമിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലുകൾ ഷൂസൊക്കെ കുറച്ച് മോഡേൺ ഷൂസുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒരു പക്ഷേ ഹക്കീമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഓവർവ്യൂവിൽ ചിന്തിക്കുമ്പോൾ ഒരു അറേബ്യൻ ഇതിൽ ജീവിച്ച ഒരു ആടുജീവിതം നയിച്ച മനുഷ്യന് ആണ് ഹക്കീമും. പക്ഷേ കാലിൽ കുറച്ച് മോഡേൺ ഷൂസുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്കെന്തോ അതിനോട് ആ ഒരു ഇതിലേക്ക് ആ ഒരു ക്യാരക്ടറിലേക്ക് അത് പൊരുത്തപ്പെടാത്ത മാതിരി എനിക്ക് തോന്നി. എൻ്റെ ഒരു
ഓവർവ്യൂ പ്രകാരം ഇബ്രാഹിമിനെ കൊടുക്കുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള സൗഹാർദ്ദത്തിൽ അറബിയുടെ ഒരു ദിവസം, അറബിയുടെ മോളെ കല്യാണത്തിൻ്റെ ദിവസം ഇവർ രക്ഷപ്പെടുകയാണ് ഈ സിനിമയിൽ. അങ്ങനെയാണ് ഈ സിനിമയിൽ ഇവർ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. പക്ഷേ അവിടെ നമുക്ക് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സൗഹാർദ്ദത്തിൻ്റെ ബന്ധം ആ സിനിമയിൽ അവസാന ഘട്ടത്തിൽ നമുക്ക് ആദ്യം പകുതി ഇൻ്റർവ്യൂവിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അപാര ഫീലിങ്സ് തന്നെയാണ് ഉണ്ടായത് കേട്ടോ. കാരണം ഈ ഇബ്രാഹിം എന്ന് പറയുന്ന ആഫ്രിക്കക്കാരൻ്റെ ആ ഒരു കരുത്തുറ്റ ആഫ്രിക്കൻ ശരീരപ്രകൃതി കൊണ്ട് അവനൊരു പ്രത്യേക രീതിയിലുള്ള മനുഷ്യനാണ്. കാരണം ആഫ്രിക്കൻസിന് ഈ മണലാരണ്യത്തിലൊക്കെ എങ്ങനെ ജീവിക്കാമെന്നും മണലിൽ എങ്ങനെ, കാരണം ഒരിറ്റു വെള്ളം പോലും ഇല്ലാതെ കിലോമീറ്ററുകളോളം റോഡുകൾ പല സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമ്മൾ ഹക്കീം കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ ചില സമയം ഹക്കീം ആകെ ടയേർഡാവും വെള്ളമില്ലാതെ, ചില സമയം നമ്മൾ നജീബ് ടയേർഡാകുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം ആ സമയത്തൊക്കെ വളരെ കരുത്തുറ്റതായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഇബ്രാഹിം എന്ന് പറയുന്നത് ആഫ്രിക്കക്കാരനായ ഇബ്രാഹിം. അപ്പോൾ ഇബ്രാഹിമിന് ഈ ഏരിയകളും ഇതൊക്കെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇവർ രക്ഷപ്പെടുകയാണ്. ആ രക്ഷപ്പെടുന്ന ആ രംഗത്തിൽ ആ ഒരു ഫ്രെയിമുകളൊക്കെ ഒരു അപാരമായ ഫ്രെയിമുകളാണ്. രാവും പകലും മറഞ്ഞു പോകുന്നതൊക്കെ അത് ബ്ലെസ്സിയുടെ എന്താ പറയുക, അലങ്കാരികമായിട്ട് തന്നെ ബ്ലെസ്സി അതിനെ ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ അവർ നേരെ അവിടുന്ന് പോകുന്ന ഓരോ സീനുകളും അവിടുന്ന് കാണുന്ന ഓരോ ഇതും വളരെ ഇതായിട്ടാണ്, ആ ഒരു ഫീലിങ്സും ഇതൊക്കെ ഭയങ്കരമായിട്ട് തന്നെ സംവിധാനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു സൗഹാർദ്ദത്തിൻ്റെ ബന്ധം ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ, ഒരു ഇൻ്റർനാഷണൽ സൗഹാർദ്ദം എന്നൊക്കെ പറയാം. പക്ഷേ അതിൽ അവസാനത്തിൽ നമ്മളെ ഈ ഹക്കീം ഉണ്ടല്ലോ, അന്ന് ആ ഹക്കീം എന്ന് പറഞ്ഞ പയ്യന് അവിടെ വെച്ചിട്ട് വിശന്ന് പെരിഞ്ഞിട്ട് വയറ് കരിഞ്ഞിട്ട് വെള്ളം ഒരിറ്റ് കാണാൻ വേണ്ടി മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ അവർ തപ്പുന്നുണ്ട്, എവിടെയെങ്കിലും വെള്ളം കാണുന്നോ അല്ലെങ്കിൽ വെള്ളം കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ഒരു തപ്പിക്കൊണ്ടിരിക്കുക. പക്ഷേ ഹക്കീം അവിടെ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇതാകുന്ന സമയത്ത് ഹക്കീം അവിടെ വെച്ചിട്ട് വെള്ളം കിട്ടായിട്ട് മരിക്കുന്നൊരു സീനുണ്ട്. മണൽ തിന്നിട്ട് ഹക്കീം മരിക്കണം. ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു ആ സീന്. കാണേണ്ട ഒരു കാഴ്ച തന്നെ ആയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നീട് അവർ അങ്ങനെ രക്ഷപ്പെടുകയാണ് രണ്ടുപേരും. പിന്നെ ആഫ്രിക്കൻകാരനായിട്ടുള്ള മനുഷ്യന് പിന്നീട് വെള്ളം കിട്ടുന്നൊരു സീനുണ്ട്. അതൊക്കെ ഹക്കീമൊക്കെ മരിച്ചതിന് ശേഷം വെള്ളം കാണുന്നുണ്ട്. വെള്ളം ഉള്ള സ്ഥലത്തേക്ക് ഓടുകയാണ് നജീബ് ചെയ്യുന്നത്. ആ സമയം ആഫ്രിക്കക്കാരന് പെട്ടെന്ന് പിന്നെ ഈ ആഫ്രിക്കക്കാരനെ ഇബ്രാഹിം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവർ എപ്പോഴും ഒരു യാത്രികൽ 3 പേരാണെങ്കിൽ ഒരാൾ നേതാവായിരിക്കണം എന്നാണല്ലോ. പ്രത്യേകിച്ച് ഇവനെ സംബന്ധിച്ചിടത്തോളം ആഫ്രിക്കക്കാരൻ ഭയങ്കര മോറലായിട്ട് ദൈവത്തോട് ഭയങ്കര പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഉള്ളൊരു മനുഷ്യനുണ്ട്. പെട്ടെന്ന് ഇവർ ഏത് സമയത്തും ഈ ഒരു നേതാവായിട്ടാണ് ഈ ഇബ്രാഹിം ഇതിൽ ഇതായിട്ടുള്ളത്. അതൊരു ഭയങ്കര രസം തന്നെയാണ് ആ സിനിമയിൽ. ആ ഇബ്രാഹിം എന്ന് പറയുന്ന ആഫ്രിക്കൻ ക്യാരക്ടറിനെ ഭയങ്കര രസകരമായിട്ട് ആ ക്യാരക്ടറിനോട് 100% കൂറ് പുലർത്തിയിട്ടുണ്ട്. അതേപോലെ ഹക്കീം ആ കൂടെയുള്ള പൃഥ്വിരാജിൻ്റെ കൂടെ അഭിനയിച്ച, നജീബിൻ്റെ കൂടെ അഭിനയിച്ച ഹക്കീമും വളരെയധികം ഇതിനോട് കൂറ് പുലർത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ സിനിമയെ ഇത്ര ഭംഗിയാക്കിയിട്ടുള്ളത്. ക്യാമറയും അതിൻ്റെ കളറിങ്ങും ഫ്രെയിമിങ്ങും ഒക്കെ ഇതാണെങ്കിലും അതിൻ്റെ സംവിധാനത്തിൻ്റെ കഴിവ് അതിൽ മികച്ചതായിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ അവർ പിന്നീട് ഈ ഹക്കീം മരിച്ചതിന് ശേഷം പിന്നെ ഈ എന്താ പറയുക, പുഴ ഉണ്ടല്ലോ, ഈ ഒരു ചെറിയ അരുവി കാണുകയാണ് ദൂരെ. ആ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജ് ഓടുന്ന ഒരു സീനുണ്ട്. അതൊക്കെ ഭയങ്കര തന്നെ. പിന്നെ അപ്പോൾ അതേസമയം പിന്നെ ഇബ്രാഹിമും ഹക്കീമും മാത്രമേ ഉള്ളൂ. ഹക്കീം മരിച്ചു പോയി. ഇബ്രാഹിമും നജീബും മാത്രമാണ് പിന്നുള്ളത്. പിന്നെ ആ സമയത്ത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഓടുമ്പോൾ പൃഥ്വിരാജ് ഓടുന്ന സമയത്ത്, നജീബ് ഓടുന്ന സമയത്ത് ഈ ഇബ്രാഹിം എന്ന ആഫ്രിക്കൻ ക്യാരക്ടർ കൂടെ ഓടി വന്നിട്ട് ആ വെള്ളം കുടിക്കാനായിട്ടില്ല. കാരണം അമീറായിട്ടാണ്. ശരിക്കും നമ്മളൊരു ഇസ്ലാമിക് തിയറി ഉണ്ട്, 3 പേര് യാത്ര ചെയ്യുമ്പോൾ ഒരാൾ അമീറായിരിക്കുന്നു. ആ ഒരു ഇത് അതിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊരു പൊതുവെ അത് അങ്ങനെ ഒരു ഇതുണ്ട്, അറബികളിൽ തന്നെ മുന്നേ ഉള്ളതാണ്. 3 പേര് യാത്ര ചെയ്യുമ്പോൾ ഒരാൾ അമീറായിരിക്കുന്നത്. അപ്പോൾ അത് ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ അരുവിൻ്റെ ഇതിലേക്ക് ഈ പിന്നെ പൃഥ്വിരാജ് കൈ വെക്കാൻ സമയത്ത് ഈ ഇബ്രാഹിം അവിടെ അതിനെ കുടിക്കാനയക്കണില്ല. കാരണം അത്രയും മോശപ്പെട്ട വെള്ളമായതുകൊണ്ട്. നേരത്തെ ഹക്കീം മണൽ തിന്ന് മരിച്ച പോലെ ഈ പിന്നെ ഇബ്രാഹിം നജീബ് മരിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ
പിന്നെ ഈ ആഫ്രിക്കക്കാരനുണ്ടല്ലോ വളരെയധികം ലോലനായിട്ടുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനെ. പക്ഷേ ഈ സിനിമയുടെ അവസാനത്തിൽ ആഫ്രിക്കക്കാരൻ എന്താണെന്ന് ചിത്രീകരിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരിത്. ഇനി മറ്റുള്ളവർക്ക് അതെങ്ങനെ തോന്നിയേ എനിക്കറിയില്ല, അത് ഞാൻ അവസാനത്തിൽ പറയാം ഇപ്പം തന്നെ. അപ്പോൾ ഇവിടുന്ന് അതിന് ശേഷം ആ വെള്ളം അത് കുടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. അവിടെ ആ പാട്ട്, അതിൽ ആ ഒരു പാട്ടുണ്ട്. ആ സമയത്ത് വെള്ളം കുടിക്കാൻ അരുവിയുടെ വക്കത്തെത്തുമ്പോൾ ആ വെള്ളം കുറച്ച് ഒരിറ്റു വെള്ളം മാത്രം പൃഥ്വിരാജിൻ്റെ ചുണ്ടിൽ നനച്ചു കൊടുക്കുകയാണ്. കാരണം കുടിക്കാൻ പറ്റുമോ ഇല്ല എന്നൊന്നും അറിയാത്തതുകൊണ്ട്, ആ വെള്ളം അത്രയും മോശപ്പെട്ട വെള്ളമായതുകൊണ്ട്, പക്ഷേ ആ വെള്ളം കുടിച്ചുകൊണ്ട് ചിലപ്പോൾ മരിച്ചു പോവുക, അല്ലെങ്കിൽ അതിന് ചുറ്റുപുറത്തുള്ള ചെടികൾ ഒരു പക്ഷേ വിഷച്ചെടികളായതുകൊണ്ട് ആ വെള്ളം കുടിച്ചാൽ മരിക്കുമോ എന്നുള്ളതൊക്കെ കൊണ്ടായിരിക്കാം ഇബ്രാഹിമിന്. കാരണം ഇബ്രാഹിമിനെ സംബന്ധിച്ചിടത്തോളം ആഫ്രിക്കക്കാരൻ പലപ്പോഴും മണൽ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ശരീരം തുടച്ചു കൊടുക്കുക ഇവർ രണ്ടുപേരും. അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടാണ് ഉടനീളം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇവർ അവസാനം ആഫ്രിക്കക്കാരനും പെട്ടെന്ന് ആഫ്രിക്കക്കാരൻ മരിക്കോ എന്തോ ചെയ്തു. കാരണം പെട്ടെന്ന് പൃഥ്വിരാജ് ക്ഷീണിച്ച് കിടക്കുകയാണ്. ആ ക്ഷീണിച്ച് കിടക്കുമ്പോൾ പെട്ടെന്ന് എണീറ്റ് നോക്കിയപ്പോൾ ആഫ്രിക്കക്കാരനായിട്ട് ഇബ്രാഹിമിനെ കാണുന്നില്ല. ഒരു കുപ്പി വെള്ളം അവിടെ വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇബ്രാഹിം രക്ഷപ്പെടട്ടതോ എന്താണെന്നൊന്നും നമുക്ക് പിന്നീട് ആ സിനിമയിൽ കാണിക്കുന്നില്ല. കാരണം അത് രംഗങ്ങളൊക്കെ വളരെ പൃഥ്വിരാജ് ഒരു കുപ്പി വെള്ളം കുടിക്കുന്നത് അതൊക്കെ നമുക്ക് ഒരു അത്രയും ദിവസത്തോളം ഭക്ഷണം വെള്ളമില്ലാതെ ആ ഒരു വെള്ളവും ഒരു കാരക്കും കഴിക്കുകയാണ്. പിന്നീട് അങ്ങ് എവിടെ എത്തിപ്പെടുകയാണ്, നടന്ന് ഈ പൃഥ്വിരാജ് ഒരു റോഡ് കിട്ടുകയാണ്. ആ റോഡിലേക്ക് ആ റോഡ് കാണിക്കുന്നതൊക്കെ ഭയങ്കര രസകരമായിട്ടുണ്ട്. ആ ഒരു കുപ്പി അങ്ങോട്ട് പോയിട്ട് റോൾ ചെയ്ത് പോയിട്ട് ആ റോട്ടിൽ വന്ന് നിൽക്കുമ്പോഴേ ആ ഫ്രെയിമിൽ പെട്ടെന്ന് റോഡ് എത്തിക്കണമെന്ന് കാണിക്കുന്നത് ബ്ലെസ്സി ഭയങ്കര രസകരമായിട്ടാണ് അത് കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് പിന്നീട് അവിടെ പൃഥ്വിരാജ് കാത്തു നിൽക്കുകയാണ്, ആരും നിർത്തുന്നില്ല. ഒരു ഭ്രാന്തനെ പോലായിട്ടുണ്ട് മൊത്തം, ഷേവ് ചെയ്യാതെ പിന്നെ അതേപോലെ പലപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിട്ട് ഒരു ഭ്രാന്തനെ പോലായിട്ടുണ്ട്. ദിവസം അറിയില്ല, സമയം അറിയില്ല. പലപ്പോഴും ഈ ഇബ്രാഹിം അവരെ കൊണ്ടുപോയിരുന്നത് സൂര്യൻ്റെ ദിക്ക് നോക്കിക്കൊണ്ടായിരുന്നു കേട്ടോ. ഇബ്രാഹിമിന് വ്യക്തമായിട്ടുള്ള ഒരു പ്രത്യേക തരം, കാരണം ആഫ്രിക്കൻസിൻ്റെ ശരീരവും കൾച്ചറും അവരൊക്കെ ഒരു അറേബ്യൻ ഇതുമായിട്ട് ബന്ധമുണ്ടായതുകൊണ്ട് അത് അങ്ങനെ തന്നെ അത് ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഇൻ്റർനാഷണൽ സൗഹൃദം നമുക്ക് എല്ലായിടത്തും അവിടെ കാണാൻ പറ്റും. കാരണം ഈ ആഫ്രിക്കക്കാരൻ്റെ ആ ഒരു സൗഹൃദം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ട്. കാരണം അലിവിൻ്റെ മനസ്സാണ് ആഫ്രിക്കൻസ് എന്ന് ഒരു പക്ഷേ നമ്മളിലേക്ക് കൊണ്ടുവരുന്നതോളം ഇതായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ആ സിനിമ ഭാഗത്തെത്തിയപ്പോൾ കരഞ്ഞു പോയിട്ടുണ്ട്. പിന്നീട് അവിടുന്ന് പൃഥ്വിരാജിനാണ് കൊണ്ടുപോകുന്നത് ഒരു അറബിയാണ്. അറബി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു നല്ല അറബി, കാരണം അങ്ങനത്തെ അറബികളും ഉണ്ട് എന്ന് കാണിക്കണം. കാരണം ശരിക്കും പൊതുവേ നല്ല അറബികളുണ്ട്, വളരെ അപൂർവമായിട്ട് ഈ കാട്ടറബികളൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് പിന്നീട് ഇവർ ഈ ഒരു ജയിലിൽ കൊണ്ടുപോയിട്ടിട്ട് ഇവിടുന്ന് പിന്നെ അവരെ സ്പോൺസർ വന്ന് കണ്ടെത്തുക, അങ്ങനെയൊക്കെയാണ് സിസ്റ്റമാണ്. ഏതായാലും ആ സിനിമയിൽ പിന്നീട് ശരിക്കും ഈ ഇബ്രാഹിമിനെ അവിടെ ഈ ജയിലിൽ പിന്നെ പൃഥ്വിരാജ് അവിടുന്ന് ഒരു കാറിൽ പിന്നെ ഒരു അറബിയുടെ കൂടെ സിറ്റിയിലേക്ക് എത്തിപ്പെട്ടു. അപ്പോൾ അവിടുന്ന് അറബി വളരെ നല്ലൊരു അറബി കേട്ടോ. മുന്നോട്ട് കാറ് ചലിപ്പിച്ചുകൊണ്ട് പോയ അറബി വീണ്ടും തിരിച്ച് ബാക്കോട്ട് തന്നെ വന്നു നിന്നിട്ട് പൃഥ്വിരാജിനെ കയറ്റിയിട്ട് കൊണ്ടുപോയി. അറബി വളരെ നല്ല ക്യാരക്ടർ ആയിട്ടുള്ള ഒരു അറബി തന്നെയായിരുന്നു. അറബിയുടെ ഏറ്റവും അത്രയും നല്ലൊരു മനുഷ്യന്. കാരണം അദ്ദേഹത്തിന് വിലപിടിപ്പുള്ള കാറിൽ കയറ്റിയിട്ട് എൻ്റെ കാറ് ചളിയായിക്കോട്ടെ അതൊന്നും ഒരു വിഷയമല്ല എന്ന് അറബിയിൽ തന്നെ ചില ഇടങ്ങളിലൊക്കെ അറബിയിലെ ട്രാൻസ്ലേഷന് ഓപ്പോസിറ്റ് മലയാളം അറിയാത്ത പെട്ടെന്ന് അറിഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതെന്തോ എനിക്കറിയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ അത് അറബി എനിക്ക് കുറച്ചൊക്കെ അറബി ഭാഷ ഉണ്ടായതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി. പക്ഷേ പലർക്കും അത് മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ സിനിമ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ പല ആളുകളുടെ മുഖത്തേക്കും നോക്കിയപ്പോൾ എനിക്ക് തോന്നി. അങ്ങനെ ഈ അറബിയെ ഈ കാറിലിട്ടുകൊണ്ട് നേരെ കൊണ്ടുപോയിട്ട് ഏകദേശം ഒരു സ്ഥലത്തെത്തി, ഒരു അവിടെ ജയിലിൽ നിന്ന് പിന്നീട് ഓരോരുത്തരെയും കണ്ടുപിടിക്കുമ്പോൾ ശരിക്കും അവിടെ വെച്ചിട്ടാണ് ഈ പൃഥ്വിരാജ് മനസ്സിലാക്കുന്നത് എൻ്റെ സ്പോൺസർ ഇതല്ലാന്നും കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു കൊടുക്കുക. കാരണം ഓരോ സ്പോൺസറും വന്നിട്ട് ചെക്ക് ചെയ്യും. അബ്സ്കോണ്ടിങ്ങിലായി പോയിട്ടുള്ള മിസ്സിങ് ആയിക്കഴിഞ്ഞാൽ, വിസയിലുള്ള ആൾ മിസ്സിങ് ആയിക്കഴിഞ്ഞാൽ അബ്സ്കോണ്ടിങ് ഇടും. അതാണ് അതിൻ്റെ ഒരു ശൈലി. നഷ്ടപ്പെട്ടിരുന്ന ആളെ പാസ്പോർട്ടിൽ വിസയിലുള്ള ആളെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അങ്ങനെ ജയിലിൽ എത്തിപ്പെട്ട് അവിടെ ജയിലിൽ അവർ പിന്നീട് അത് എംബസി മുഖേന ഒരു ജയിലിൽ കയറുക. പിന്നെ അവിടുന്ന് നമ്മളെ കയറ്റി അയക്കുകയാണല്ലോ പൊതുവെ, അത് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഈ അറബി വന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത്
പൃഥ്വിരാജിനെ ഈ നജീബിനെ നോക്കുന്നുണ്ട് അറബി. അപ്പോൾ നജീബിനെ ഇങ്ങനെ നോക്കിയിട്ട് ഇതല്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് ആൾ മാറിയിട്ട് കൊണ്ടുപോയതാണ്. യഥാർത്ഥത്തിൽ നജീബിന് മറ്റൊരു കമ്പനി വിസ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ അവിടെ ഈ അബ്സ്കോണ്ടിങ്ങിലായിട്ടുള്ള ആളുകൾ മെയിൻ ക്രിമിനൽസിൻ്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ലിസ്റ്റിൽ നമ്മളെ ഇബ്രാഹിം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മെയിൻ ക്രിമിനൽസ് ആയിട്ടുള്ള എങ്ങനെയും മുങ്ങിയിട്ടുള്ള ആളുകളൊക്കെ, അതായത് ബ്ലാക്ക് ലിസ്റ്റിലുള്ള ആളുകളൊക്കെ അത് ഇതുണ്ടാവും. പക്ഷേ അവിടെ ആ ഇബ്രാഹിമിൻ്റെ ക്രിമിനൽ മുഖം അവിടെ കാണിച്ചു എങ്കിലും, ഫോട്ടോസിൽ കാണിച്ചു എങ്കിലും, ആ ഇബ്രാഹിമിൻ്റെ ആ ഒരു മനസ്സ് നമുക്ക് ഓഡിയൻസിന് കാണിച്ചു തരാൻ കഴിഞ്ഞു. ശരിക്കും പലപ്പോഴും ആളുകളെ ക്രിമിനൽ നമ്മൾ വെറും മുഖഭാവം കൊണ്ട് മാത്രം ക്രിമിനലായിട്ട് കാണിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ സിനിമ നമുക്ക് നൽകുന്ന പാഠം ഈ വെറും ഫോട്ടോസിലുപരി യഥാർത്ഥ ജീവിതങ്ങളിലൂടെ മാത്രമേ അവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഏറ്റവും വലിയൊരു പാഠം. അപ്പം ഈ ഒരു സിനിമ യഥാർത്ഥത്തിൽ ഒരു ഭയങ്കരമായ സിനിമയായിരുന്നു. പിന്നെ ആ പൃഥ്വിരാജ് പിന്നീട് അവിടുന്ന് പൃഥ്വിരാജിനെ പിന്നെ നാട്ടിലേക്ക് പോകുന്ന സീനുകളൊക്കെയാണ് അത്. അതോടുകൂടി ആ സിനിമ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രേക്ഷകരൊക്കെ ഭയങ്കരമായിട്ട് കൈയടിച്ച് ആ സിനിമയെ സ്വീകരിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ നമുക്കൊരു ഭയങ്കരമായ അനുഭവം തന്നെയാണ് ഈ സിനിമ തന്നിട്ടുള്ളത്. ഈ സിനിമ കണ്ടിട്ട് മനസ്സലിയാതെയും മനസ്സിതാവാതെയും ആളുകൾ, മനസ്സാക്ഷിയുള്ളവർ കരയാതെ മനസ്സ് അലിയാതിരിക്കില്ല. കാരണം ഒരു പ്രവാസിയുടെ ജീവിതം അത്രമാത്രമായിട്ട് പറയുന്നുണ്ട്. നജീബും ബിന്യാമീനും അന്ന് അവർ നജീബിൻ്റെ ഇൻ്റർവ്യൂവിൽ നജീബ് പറയുന്നുണ്ട് ഈ യഥാർത്ഥ ക്യാരക്ടർ, ഈ സിനിമയിലെ യഥാർത്ഥ ഈ അനുഭവം പങ്കുവെച്ച ഒരാളെ ജീവിതത്തിൻ്റെ അനുഭവമാണ് ഈ സിനിമ ശരിക്കും, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ അവിടെ വെച്ചുകൊണ്ട് ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഈ നജീബിനോട് ഈ ഗൾഫിൽ നിന്നൊക്കെ പിന്നെ തിരിച്ചു വന്നല്ലോ, ഈ സിനിമ യഥാർത്ഥ ജീവിതം ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് പിന്നീട് ബഹ്റൈനിലേക്ക് പോവുകയാണ് ഈ നജീബ്ക്ക ബഹ്റൈനിൽ പോയിട്ട് ഒരു ജോലിക്ക് അന്വേഷിച്ച് എവിടെയും ജോലിയൊന്നും കിട്ടിയില്ല. അപ്പോൾ ആ സമയത്ത് അവിടുന്ന് ഒരാൾ പറയണേ എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് ചോദിച്ചപ്പോഴേ പറയണേ നിങ്ങൾക്ക് ഈ ജോലിയൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നജീബിക്ക പറയുന്നുണ്ട് ഞാനെടുത്ത പോലത്തെ ജോലികളൊന്നും നിങ്ങൾ എടുത്തിട്ടുണ്ടാവില്ല എന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൽ ഈ സിനിമയിൽ ഉടനീളം ആ നജീബിൻ്റെ ആ ജീവിതം എത്രമാത്രം കഷ്ടപ്പെട്ടതായിരുന്നു ഇതിങ്ങനെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഓർത്തു പോവുകയാണ്. അപ്പോൾ ഈ സിനിമ എന്തായാലും ഒരു ഓസ്കാർ തന്നെ ആയിരിക്കും. എങ്ങനെ എന്നാലും ഒരു ഗ്രേറ്റ് സല്യൂട്ട് പൃഥ്വിരാജ്, അതേപോലെ തന്നെ ബ്ലെസ്സി. ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയി, യാ റഹ്മാനും അടങ്ങുന്ന സംഘത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് വൈബ് തന്നെ അതിലുണ്ട്. അതിൽ പലയിടങ്ങളിലും സ്പോട്ട് സൗണ്ട് ആണെങ്കിലും പോലും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ ഭയങ്കര രസമായിട്ട് ആ ഒരു സീനിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ തന്നെ ആ മ്യൂസിക്കും സംഗീതമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഈ സിനിമ ഒരു വലിയ വിജയം തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിന് മലയാള സിനിമയ്ക്ക് ഒരു ഓസ്കാർ കിട്ടുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഒരു ഓസ്കാർ കിട്ടിയിരിക്കും.